കർക്കിടക മാസമൊക്കെ ആയി, എല്ലാവരും തീരുമാനം അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്നവരൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മള് അങ്ങനെ കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? മീൻ കറി എന്നൊന്നും പറയാൻ പറ്റില്ല, മീൻ എന്താ പറയാ, വറ്റിച്ചത്. ഇതാ എടുത്തേക്കുന്ന മീൻ ഏതാന്നറിയോ? ചൂട. ഇതിന് വേറെ പേരൊക്കെ ഉണ്ടല്ലോ, എന്താ നത്തലെന്നും ഒക്കെ പറയും, ചൂട. എന്താണേലും നിങ്ങൾക്ക് സാധനം മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതിനകത്ത് ഞാൻ ഒരു സാധനം എക്സ്ട്രാ ചേർക്കുന്നുണ്ട്, അത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി, പറഞ്ഞുതരാവേ. ഇതാ ആദ്യം തന്നെ നമ്മൾ ഒരു മൺചട്ടി അടുപ്പ് വെച്ചു, സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ? മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമ്മൾ കുരുമുളക് പൊടി, കറിക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ചതച്ചതാണ്. ഇതങ്ങനെ എന്താ പറയാ, വറ്റി അങ്ങനെ കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എന്നാന്നറിയോ? പുളിവെള്ളമാണ്. ഇത് മരുന്ന് കഴിക്കുന്നവർ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇത് ചേർക്കണ്ടെന്ന് വെക്കണം. അല്ലെങ്കിൽ അതിനകത്ത് വല്ല നെല്ലിക്കായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുളിക്ക് എന്താ ആവശ്യമുള്ള, നെല്ലിക്ക ഒരെണ്ണം പച്ച നെല്ലിക്ക ചതച്ചിട്ടാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പുളിക്ക് ആവശ്യമുള്ളത്, ഒരു ഇച്ചിരി പുളി വേണമല്ലോ, അതിനാവശ്യമുള്ളത് ഇട്ടോ. ഞാൻ എന്തായാലും ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ വാളംപുളി ആണേലും കുടംപുളി ആണേലും അതൊക്കെ ഈ മരുന്ന് കഴിക്കുന്നവർ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ രുചിക്കൊന്ന് ചെയ്താൽ കുറച്ച് ഉപ്പിട്ടു. നമ്മുടെ കയ്യിൽ കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്ര വെള്ളം എടുത്തത്. വറ്റിച്ചെടുക്കുക ചെയ്യും. നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ അധികം വേവില്ലാത്ത മീനല്ലേ, അതുകൊണ്ടൊന്ന് വറ്റിക്കോട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീനൊക്കെ കണ്ടോ, ഈ ഒരു പരുവത്തിലായി, വെള്ളമൊക്കെ വറ്റി. ഇനി എന്നാ ചെയ്യുന്നറിയോ? കുറച്ച് വെളുത്തുള്ളിയില്ലേ, ചതച്ചതങ്ങോട്ടിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവേ. ഇത് കഴിഞ്ഞപ്പം നമ്മളിതാ ഒന്നും കൂടെ ഒന്ന് അടപ്പൊക്കെ മാറ്റിയിട്ട് ഇതാ ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ അല്ലേ. ഇനി തുറന്ന് വെച്ച് 2 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. എരിവിനനുസരിച്ച് വേണം കേട്ടോ. ഇത് കുറഞ്ഞ എരിവില. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടി നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടേക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇത് ഈ കർക്കിടക മാസത്തെ മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ എന്താ പറയാ, പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇല്ലേ, ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു കറി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പുഴമീനിലാണ് സാധാരണ ചെയ്യാറ്. ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കടൽ മീൻ തരത്തില്ലല്ലോ, അപ്പൊ പുഴമീനിലാണ്. അപ്പൊ പുഴമീനിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ ഇപ്പം നോർമലി കഴിക്കാൻ ഇതുപോലെ എരിവും പുളിയൊന്നും അധികം വേണ്ടാത്തവര്, ഈ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. നല്ല സൂപ്പറാ. കാര്യം വെച്ചാൽ എന്നും പച്ചക്കറി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവേ. അപ്പൊ ഇങ്ങനെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, കാണാനും നല്ലത്, കഴിക്കാനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു മീൻ വറ്റിച്ചത്. അപ്പോൾ ചെറിയ മീനുകളിലും വലിയ മീനുകളിലും ഒക്കെ ചെയ്യാം. ഇഷ്ടമുള്ള പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഐഡിയ മനസ്സിലായില്ലേ? നല്ല സൂപ്പറാ. കണ്ടോ, ഇങ്ങനെ വറ്റിയിരിക്കും. പ്രത്യേകം ഞാൻ പറയാം, സാധാരണ നോർമലി കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ കുരുമുളകിന്റെ എരിവും ഒന്നും പറ്റത്തില്ല. മരുന്നൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.